പ്രൈസ് ലോർഡ്. ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ദിവസം നാം വിചിന്തനം ചെയ്യുന്ന സങ്കീർത്തനത്തിലൂടെ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയ വ്യഥകളാണ് ദൈവം എടുത്തു കാട്ടുന്നത്. സങ്കീർത്തകനിലൂടെ നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ചിലപ്പോൾ ഉത്തരം താമസിക്കുന്നത് കൊണ്ടാണോ? എന്താണെങ്കിലും നമ്മുടെ ഹൃദയത്തിൻ്റെ ദുഃഖം, എത്ര നാൾ ഞാൻ ഇത് സഹിക്കണം? കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ, മറ്റ് അനേക പ്രശ്നങ്ങൾ, ജോലിയിലുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, അങ്ങനെ നമ്മെ അലട്ടുന്ന കുടുംബാംഗങ്ങളുടെ പ്രശ്നങ്ങൾ, ഇവയെല്ലാം കാരണം നാം നമ്മോട് തന്നെ ചോദിക്കാറുണ്ട്, എത്ര നാൾ ഞാൻ ഇത് സഹിക്കണം? കർത്താവേ, എത്ര നാൾ ഞാൻ ഈ അവസ്ഥയിലൂടെ കടന്നു പോകണം? എൻ്റെ ദുരിതങ്ങളെ നീ കാണുന്നില്ലേ? എൻ്റെ പ്രശ്നങ്ങൾക്ക് ഇതുവരെ ഒരു പരിഹാരം, ശാശ്വത പരിഹാരം കാണാൻ പറ്റിയില്ലല്ലോ. എൻ്റെ കുടുംബാംഗങ്ങൾ ഇതുവരെ മാറിയില്ലല്ലോ. അവരുടെ ദുരവസ്ഥയിൽ നിന്ന്, ദുസ്വഭാവത്തിൽ നിന്ന് അവർക്ക് ഇതുവരെ ഒരു മാറ്റം വന്നിട്ടില്ലല്ലോ. ഞാൻ എത്ര നാൾ പ്രാർത്ഥിച്ചിട്ടും എൻ്റെ മക്കൾ, ജീവിത പങ്കാളിയിൽ ഒരു മാറ്റവും കാണുന്നില്ലല്ലോ. എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റവും കാണുന്നില്ലല്ലോ എന്ന് നമ്മിൽ പലരും ഓർത്ത് ദുഃഖിക്കാറുണ്ട്. ചിലപ്പോൾ ഞാനും അങ്ങനെ ദുഃഖിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം വൈകുന്നു? ചില കാര്യങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ചിലപ്പോൾ വർഷങ്ങളായിരിക്കാം അതിൻ്റെ ഉത്തരം കിട്ടുന്നത്. പക്ഷേ എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഈ ഉത്തരം ദൈവം താമസിപ്പിക്കുന്നത് അത് എൻ്റെ തന്നെ ഹൃദയ പരിവർത്തനത്തിനു വേണ്ടിയാണ്. ചില മേഖലകളിൽ നമുക്ക് മറ്റുള്ളവർക്കോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും പ്രത്യേകം കാര്യങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഒന്നും ലഭിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ അന്തരാത്മാവിന് വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തുന്നതിനു വേണ്ടി ദൈവം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ചിലപ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങളിൽ ഒരു മാറ്റവും കാണാത്തത്, നമ്മുടെ ജീവിത പങ്കാളിയിൽ ഒരു മാറ്റവും കാണാത്തതിൻ്റെ കാരണം നമ്മുടെ മാറ്റത്തിനു വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ചില മേഖലകളിൽ. അതിനാൽ ഇന്നത്തെ സങ്കീർത്തനം നമുക്ക് കേൾക്കാം. ദാവീദ് രാജാവിൻ്റെ ഹൃദയവേദനയാണ് ഇന്ന് നാം വായിച്ചു കേൾക്കുന്നത്. അതിൻ്റെ പ്രതിവിധിയും ഈ സങ്കീർത്തനത്തിൽ തന്നെയുണ്ട്. അതിനാൽ ഇന്നത്തെ നമ്മുടെ നിയോഗങ്ങളെയെല്ലാം സമർപ്പിച്ച് ഈ സങ്കീർത്തനം നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാം. സങ്കീർത്തനം 13, അതിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്: ദുഃഖിതൻ്റെ പ്രാർത്ഥന. കർത്താവേ, എത്ര നാൾ അങ്ങ് എന്നെ മറക്കും? എന്നേക്കുമായി എന്നെ വിസ്മരിക്കുമോ? എത്ര നാൾ അങ്ങയുടെ മുഖം എന്നിൽ നിന്നും മറച്ചു പിടിക്കും? എത്ര നാൾ ഞാൻ വേദന സഹിക്കണം? എത്ര നാൾ രാപ്പകൽ ഹൃദയവ്യഥ അനുഭവിക്കണം? എത്ര നാൾ എൻ്റെ ശത്രു എന്നെ ജയിച്ചു നിൽക്കും? എൻ്റെ ദൈവമായ കർത്താവേ, എന്നെ കടാക്ഷിച്ച് ഉത്തരമരുളണമേ. ഞാൻ മരണനിദ്രയിൽ വഴുതി വീഴാതിരിക്കാൻ എൻ്റെ നയനങ്ങളെ പ്രകാശിപ്പിക്കണമേ. ഞാൻ അവനെ കീഴ്പ്പെടുത്തി എന്ന് എൻ്റെ ശത്രു പറയാൻ ഇടയാക്കരുതേ. ഞാൻ പരിഭ്രമിക്കുന്നത് കണ്ട് എൻ്റെ ശത്രു ആനന്ദിക്കാൻ ഇടവരുത്തരുതേ. ഞാൻ അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുന്നു. എൻ്റെ ഹൃദയം അങ്ങയുടെ രക്ഷയിൽ ആനന്ദം കൊള്ളും. ഞാൻ കർത്താവിനെ പാടി സ്തുതിക്കും. അവിടുന്ന് എന്നോട് അതിരുറ്റ കരുണ കാണിച്ചിരിക്കുന്നു. ഈ സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവിൻ്റെ ഹൃദയവ്യഥയാണ്
നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയവ്യഥയാണ്. കർത്താവേ, എത്ര നാൾ എൻ്റെ ശത്രു എന്നെ ജയിച്ചു നിൽക്കും? എത്ര നാൾ ഞാൻ ഈ സഹനത്തിലൂടെ കടന്നു പോകണം? ഒരുപക്ഷെ ചിലർക്ക് വർഷങ്ങളായി സഹനങ്ങളിൽ കൂടി കടന്നു പോകുന്നുണ്ട്. 1-2 വർഷമല്ല, 30-40 വർഷങ്ങളായി ചിലപ്പോൾ സഹനങ്ങളിൽ കൂടി കടന്നു പോകുന്നവരുണ്ട്. ഒരുപക്ഷെ ജീവിതകാലം മുഴുവൻ ഒരു സഹനത്തിൻ്റെ പാത്രമായി മാറുന്നവരുണ്ട്. ഇതെല്ലാം ദൈവം നമുക്ക് അനുവദിച്ചത് നമ്മുടെയും കൂടെ ആത്മരക്ഷയ്ക്കു വേണ്ടിയാണ്. നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ചില തടസ്സങ്ങൾ വരുന്നത്, ആ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകിയാൽ അത് സ്വീകരിക്കുവാൻ നമുക്ക് ഒരുക്കമാണോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മെ അത് സ്വീകരിക്കുവാൻ കർത്താവ് പ്രാപ്തരാക്കുവാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു പിഞ്ചു കുഞ്ഞ് ഒരു ഷാർപ്പായ ഒരു കത്തിക്ക് വേണ്ടി കരഞ്ഞ് നിലവിളിക്കുന്നു എന്ന് കേൾക്കുക. ആ കുഞ്ഞ് നോക്കുമ്പോൾ മുതിർന്നവർ ആ കത്തിയെടുത്ത് നല്ലതുപോലെ അരിയുന്നുണ്ട്, നല്ലതുപോലെ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. ആ കൊച്ചു കുഞ്ഞിൻ്റെ കണ്ണിൽ ആ തിളങ്ങുന്ന കത്തി കാണുമ്പോൾ ഒരുപക്ഷെ തോന്നും, എനിക്കും ഇത് വേണം, എനിക്കും ഇത് പിടിക്കണം, എനിക്കും എൻ്റെ മമ്മി ചെയ്യുന്ന പോലെ, എൻ്റെ മുതിർന്നവർ ചെയ്യുന്ന പോലെ എനിക്കും ചെയ്യണം എന്ന് കരഞ്ഞു വിളിച്ചാൽ സ്നേഹിക്കുന്ന ആ കുഞ്ഞിനെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾ അത് നൽകുകയില്ല. എന്തെന്നാൽ ആ കുഞ്ഞിന് അത് പിടിക്കാൻ തക്കവണ്ണം പ്രാപ്തിയില്ല, അതിനെക്കുറിച്ചുള്ള അറിവില്ല. ആ കുഞ്ഞിന് അത് നൽകിയാൽ, കുഞ്ഞിൻ്റെ കരച്ചിൽ എത്ര വലുതാണെങ്കിലും ആ കുഞ്ഞിന് ആ പ്രായത്തിൽ ആ കത്തി, ഷാർപ്പായ കത്തി നൽകിയാൽ ആ കുഞ്ഞിൻ്റെ ജീവിതം അപകടത്തിലാകും എന്നറിഞ്ഞുകൊണ്ട് ആ കുഞ്ഞിനെ സ്നേഹിക്കുന്ന മാതാപിതാക്കളോ മുതിർന്നവരോ ഒരിക്കലും ആ കുഞ്ഞിൻ്റെ കരച്ചിൽ എത്രയധികമാണെങ്കിലും ആ കത്തി അതിൻ്റെ കയ്യിൽ കൊടുക്കുകയില്ല. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ നമുക്ക് വർഷങ്ങളായി പ്രാർത്ഥിച്ചിട്ടും അത് ലഭിക്കുന്നില്ല എങ്കിൽ, കാലതാമസം വരുന്നു എങ്കിൽ ഓർക്കുക, നമ്മുടെ തന്നെ ഹൃദയത്തിൻ്റെ അന്തരത്തിനു വേണ്ടി, മനസ്സിൻ്റെ അന്തരത്തിനു വേണ്ടി, മാറ്റത്തിനു വേണ്ടി, സ്വഭാവ വൈകല്യങ്ങളുടെ മാറ്റത്തിനു വേണ്ടി ദൈവം നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ പക്വത ലഭിക്കുന്നതിനു വേണ്ടി, നമ്മുടെ അന്തരാത്മാവിൽ പക്വതയുള്ള ഒരു വ്യക്തിയായി നാം മാറുന്നതിനു വേണ്ടിയാണ് ദൈവം ചില കാര്യങ്ങൾ നമുക്ക് താമസിപ്പിക്കുന്നത്. അതിനാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് താമസമുണ്ട് എങ്കിൽ നിങ്ങൾ പതറരുത്, നിങ്ങൾ ഭയപ്പെടുകയോ ദുഃഖിക്കുകയോ അരുത്. ദൈവം നമ്മെ ഓരോരുത്തരെയും ഒത്തിരി സ്നേഹിക്കുന്നത് കൊണ്ടാണ് ആ കാര്യങ്ങൾ നടത്തിത്തരാത്തത്. നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയെന്ന് ദൈവം കണ്ടു. അതിനാലാണ് നമ്മുടെ ആത്മപക്വതയ്ക്ക് വേണ്ടി കർത്താവ് കാത്തിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം ഇതിനുള്ള പരിഹാരമാണ് 5-ാമത്തെ വാക്യത്തിൽ കർത്താവ് എടുത്തു കാണിക്കുന്നത്. ഞാൻ അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുന്നു, എൻ്റെ ഹൃദയം അങ്ങയുടെ രക്ഷയിൽ ആനന്ദം കൊള്ളും. ഈ ഒരു അവസ്ഥയിൽ കൂടി നാം കടന്നു പോകുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വൈകുന്നു എന്നോർത്ത് ദുഃഖിക്കരുത്. മറിച്ച് കാത്തിരിപ്പിനു വേണ്ടി പ്രാർത്ഥിക്കുക, കാത്തിരിപ്പിൻ്റെ വരത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക. എങ്ങനെ കാത്തിരിക്കണം? കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കുക. കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ച് നാം കാത്തിരിക്കുക. നമ്മെ തന്നെ പാകതപ്പെടുത്തി, പക്വതപ്പെടുത്തി ദൈവസന്നിധിയിൽ മെച്വേർഡായി കാണപ്പെടുന്നതിന് നമ്മെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറയ്ക്കാം. ദൈവമേ, നീ നൽകുന്ന അനുഗ്രഹങ്ങളെ സ്വീകരിക്കുവാനും അത് ഉപയോഗിക്കുവാനും അനുഭവിക്കുവാനുമുള്ള ആത്മനിയന്ത്രണം, ആത്മപക്വത ഇന്ന് എനിക്ക് നൽകണമേ. എൻ്റെ സ്വഭാവത്തിൻ്റെ വൈകല്യങ്ങൾ മാറ്റി എന്നെ ഒരു പൂർണ്ണ വ്യക്തിയാക്കി മാറ്റി എൻ്റെ പിതാവ്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ എന്നരുളി ചെയ്ത
ക്രിസ്തുനാഥൻ്റെ വാക്കുകൾ നമുക്കും സ്വീകരിക്കാം. ആ ദൈവീകമായ പരിപൂർണതയ്ക്കു വേണ്ടി ദൈവത്തിൻ്റെ മക്കളായ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. ആത്മപരിപൂർണത വരുമ്പോൾ, ആത്മപക്വത വരുമ്പോൾ പല കാര്യങ്ങളിലും മാറ്റങ്ങൾ വരും. പല കാര്യങ്ങളും ദൈവം നമുക്ക് ദാനമായി നൽകും. ചോദിക്കുന്നതിന് മുൻപ് തന്നെ അവിടുന്ന് നൽകും. അതിനാൽ നാം ചോദിക്കുന്ന കാര്യങ്ങളെ സ്വീകരിക്കുവാനും അനുഭവിക്കുവാനും നാം പക്വത പ്രാപിച്ചിട്ടുണ്ടോ എന്ന് ഇന്ന് ആത്മശോധന ചെയ്യണം. ഇല്ല എങ്കിൽ കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ച്, കർത്താവെ, എൻ്റെ പിതാവായ ദൈവമേ, നീ പരിശുദ്ധനും പരിപൂർണനുമായതുപോലെ എന്നെയും പരിശുദ്ധയും പരിപൂർണയും ആക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ഇന്ന് കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ച് നന്ദിയോടെ കാത്തിരിക്കുന്നതിനുള്ള കൃപയ്ക്ക് വേണ്ടിയും ചോദിക്കാം. കർത്താവ് നമ്മുടെ എല്ലാ ദുഃഖവും മാറ്റി ദൈവം നമ്മുടെ ഹൃദയത്തിൽ ആനന്ദം കൊണ്ട് നിറയ്ക്കും, സന്തോഷം കൊണ്ട് നിറയ്ക്കും. അതിനാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളിൽ ദൈവത്തിൻ്റെ ഉത്തരം താമസിക്കുന്നു എങ്കിൽ പതറരുത്. കർത്താവിന് വേണ്ടി കാത്തിരിക്കുക. അവിടുത്തെ കരുണയിൽ ആശ്രയിച്ച് കാത്തിരിക്കുക. തക്ക സമയത്ത് ദൈവം നമുക്കെല്ലാം നൽകും. അതിനുവേണ്ടി നമുക്ക് നമ്മെ തന്നെ രൂപാന്തരപ്പെടുത്താൻ, ആത്മപക്വത വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ, എൻ്റെ അന്തരംഗത്തെ ബലപ്പെടുത്തണമേ, എൻ്റെ ആത്മാവിനെ പക്വതപ്പെടുത്തണമേ. ദൈവം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായി ഞാൻ മാറുന്നതിന് എന്നെ തന്നെ വിശുദ്ധീകരിക്കണമേ, എളിമപ്പെടുത്തണമേ, കരുണ കാണിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ഇന്നത്തെ എല്ലാ നിയോഗങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അങ്ങ് പരിശുദ്ധനും പരിപൂർണനുമായിരിക്കുന്നത് പോലെ ഞങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധരും പരിപൂർണരുമാക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരങ്ങൾ വൈകുമ്പോൾ കർത്താവെ, ഞങ്ങൾക്ക് ക്ഷമയില്ലാതെ, ഞങ്ങൾ കോപിച്ച്, ഞങ്ങൾ ദുഃഖിതരായി, ഞങ്ങൾക്ക് അസ്വസ്ഥതപ്പെട്ട് ഞങ്ങൾ കഴിയുന്നു. പലപ്പോഴും നിനക്കെതിരെ ഞങ്ങൾ പിറുപിറുത്തിട്ടുണ്ട്, നിനക്കെതിരെ ഞങ്ങൾ പരാതി പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് എൻ്റെ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല? എന്തുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു, എന്നാൽ എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇത്ര താമസം വരുന്നു? കർത്താവെ, നിന്റെ കരുണയിൽ ആശ്രയിച്ച് എൻ്റെ സ്വഭാവത്തിന് മാറ്റം വരുത്തി, എനിക്ക് ആത്മപക്വത വരുത്തി, നീ നൽകുന്ന ദാനങ്ങളെ പൂർണ്ണമായി അനുഭവിക്കുവാനും കൈകാര്യം ചെയ്യുവാനും എന്നെ പഠിപ്പിക്കണമേ എന്ന് ഞങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നു. പിതാവേ, എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിൻ്റെ ദുഃഖം മാറ്റി അവരുടെ ഉത്തരങ്ങൾക്ക്, അവരുടെ ചോദ്യങ്ങൾക്ക് നീ ഉത്തരം നൽകി ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ. അവരുടെ ജീവിതത്തിലുള്ള എല്ലാ തടസ്സങ്ങളും മാറ്റി ദൈവമേ, നിന്റെ അനുഗ്രഹം സ്വീകരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തി, ഹൃദയത്തെ പക്വതപ്പെടുത്തി, ഒരു പക്വതയാർന്ന, ആത്മീയ പക്വതയാർന്ന വ്യക്തിയായി മാറാൻ ഇന്നും എന്നും ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഇന്ന് വരെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ പലതും നീ ഉത്തരം നൽകിയിട്ടുണ്ട്. ചില കാര്യത്തിന് മാത്രം കാലതാമസം വരുന്നു. അത് ഞങ്ങളുടെ തന്നെ ആത്മനന്മയ്ക്കു വേണ്ടിയാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനാൽ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് അങ്ങയുടെ പരിപൂർണതയാൽ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ അന്തരാത്മാവിൻ്റെ പരിപൂർണതയിലേക്ക്, ദൈവത്തിൻ്റെ പരിപൂർണതയിലേക്ക് ഞങ്ങളുടെ അന്തരാത്മാവിനെ നയിച്ച് ഞങ്ങളെ ഒരു പുതിയ വ്യക്തിയാക്കണമേ. ക്രിസ്തുവിലെല്ലാം നവീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അരുളി ചെയ്ത ദൈവമേ, ക്രിസ്തുവിൽ, യേശു ക്രിസ്തുവിൽ ഞങ്ങളെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും നിയോഗങ്ങളെ ദൈവമേ ഈ സമയം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇന്ന് ഈ മക്കളുടെ കണ്ണുനീർ നീ ഒപ്പി ഇവരുടെ പ്രശ്നങ്ങൾക്കൊരു ശാശ്വത പരിഹാരം നൽകി ഈ മക്കളെ നീ കാത്തുകൊള്ളണമേ, സംരക്ഷിക്കണമേ. ദുഷ്ടന്റെ കയ്യിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളണമേ. ഇവർക്കെതിരെ വെച്ചിരിക്കുന്ന എല്ലാ ശത്രുവിൻ്റെ കെണികളിൽ നിന്നും ഇവരെ നീ സമ്പൂർണമായി രക്ഷിക്കണമേ. കർത്താവേ, ശത്രു ഇവരുടെ മേൽ വിജയം വരിക്കാൻ നീ
അനുവദിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനാൽ ഈ മക്കളുടെ മേൽ നിന്റെ പ്രത്യേക സംരക്ഷണവും സമാധാനവും അയച്ച് ഇന്നത്തെ ദിവസം സന്തോഷത്തോടെ ജീവിക്കാൻ, ദൈവം നൽകിയ നന്മകളെ ഓർത്ത് നന്ദിയോടെ ജീവിക്കാൻ ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകുന്ന നാഥ, ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന നാഥ, ഞങ്ങളിൽ വലിയ ദൈവിക മാറ്റം വരുത്തുന്ന നാഥ, ഞങ്ങളുടെ സ്വഭാവത്തിന് മാറ്റം വരുത്തുന്ന ദൈവമേ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ. സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കാലതാമസം കൂടാതെ ഉത്തരം നൽകി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കാത്തിരിപ്പിന് ദൈവം ഇന്ന് തന്നെ ഫലം തരട്ടെ. എല്ലാ പ്രാർത്ഥനയ്ക്കും കർത്താവ് ഉത്തരം നൽകി ഇന്ന് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ദിവസമായി, ആഘോഷത്തിൻ്റെ ദിവസമായി മാറട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ പ്രാർത്ഥനയിലുണ്ട്. അതിനാൽ ഒരു പ്രാവശ്യം മാത്രമാണ് വീഡിയോ കണ്ടതെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ പ്രാർത്ഥനയിൽ മുടങ്ങാതെ രാവിലെയും രാത്രിയിലും മുടങ്ങാതെ നിങ്ങൾ കേൾക്കുക. തീർച്ചയായും ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പ്രാർത്ഥനയിലൂടെ ദൈവം ഇത് കേൾക്കുന്ന, ഇത് അയച്ചു കൊടുക്കുന്ന എല്ലാവരുടെ മേലും ധാരാളമായി കരുണ വർഷിക്കും. അതിനാൽ നിങ്ങൾ ശാന്തരായി ദൈവ കരുണയിൽ ആശ്രയിച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കാം. തക്ക സമയത്ത് കർത്താവ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകി അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.